ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് എല്ലാ കേക്കിനും ബേസ് ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള 3 വിധത്തിലുള്ള സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. തുടക്കക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചോക്ലേറ്റ് സ്പഞ്ച് കേക്കും റെഡിയാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റെഡ് വെൽവെറ്റ് കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന റെഡ് സ്പഞ്ച് കേക്കും, പിന്നെ നമുക്ക് നോർമലായിട്ട് എല്ലാ കേക്കിനും ബേസ് ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള വാനില സ്പഞ്ച് കേക്കുമാണ് റെഡിയാക്കുന്നത്. പിന്നെ ഈ വാനില സ്പഞ്ച് കേക്കിൽ നമുക്ക് ഏത് ഫ്ലേവറും കൊടുത്തിട്ട് ആ ഒരു ഫ്ലേവറിലുള്ള കേക്കാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ സ്ട്രോബെറിയുടെ കേക്കാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു വാനില സ്പഞ്ച് കേക്കിൻ്റെ മാവിൽ നമുക്ക് സ്ട്രോബെറിയുടെ ക്രഷ് ചേർത്താൽ മതി. അതുപോലെ തന്നെ ബ്ലൂബെറി കേക്കാണെന്നുണ്ടെങ്കിൽ ബ്ലൂബെറിയുടെ ക്രഷ് ചേർത്താൽ മതി. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലൊക്കെ ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്പഞ്ച് കേക്കാണിത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഏത് കേക്കിൻ്റെ മാവ് തയ്യാറാക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം കേക്ക് ടിന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് തന്നെ ആയിരിക്കും, എന്നാലും ഞാനിത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ കേക്ക് ടിന്നിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 3 കേക്ക് ടിന്നിലും ഞാൻ ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ അടിയിലൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണ്. ഇനി ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മൈദ ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം എക്സസ് ആയിട്ടുള്ളത് അങ്ങോട്ട് തട്ടിക്കളഞ്ഞാൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ട് 1 കപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1 നുള്ള് ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ശേഷം ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുത്താലും മതി. ഇനി നമ്മളിതിലേക്ക് 4 മുട്ടയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടന്നെ ഉപയോഗിക്കരുത്. ഇനി കേക്കിൽ മുട്ടയുടെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുട്ട ബീറ്റ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ലൈറ്റ് കളറിലുള്ള ഒരു വാനില എസൻസ് ആണ് കേട്ടോ, അപ്പോൾ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഡാർക്ക് കളറിലുള്ള വാനില എസൻസ് ആണെങ്കിൽ 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ മതിയാവും. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ മുട്ടയും വാനില എസൻസും ഒന്ന് ബീറ്റായി ഇതുപോലെ കുറച്ച് വലിയ ബബിൾസൊക്കെ വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള അളവാണ് കേട്ടോ ഇത്. പൊടിയുടെ അളവ് പറയുകയാണെങ്കിൽ 1 കപ്പിന് ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ കുറവൊക്കെ ഉണ്ടാവും. അധികം കേക്കുകളിലേക്കും നമ്മൾ 1 കപ്പ് മൈദ എടുക്കുകയാണെങ്കിൽ സെയിം അളവിലുള്ള പഞ്ചസാര പൊടിച്ചതുമാണ് എടുക്കാറുള്ളത്. പക്ഷേ ഞാൻ അത്രയ്ക്ക് എടുക്കാറില്ല കേട്ടോ. ഞാൻ ക്രീം ചെയ്യുന്ന കേക്കിലൊക്കെ അതിൻ്റെ ഒരു 1-2 ടേബിൾ സ്പൂണ് കുറച്ചിട്ടേ എടുക്കാറുള്ളൂ. കാരണം ക്രീം ചെയ്യുന്ന കേക്കാവുമ്പോൾ ക്രീമിൻ്റെ മധുരം അതുപോലെ ഷുഗർ സിറപ്പ് ഒഴിക്കുമ്പോൾ അതിൻ്റെ മധുരം എല്ലാം കൂടെ മധുരം കുറച്ച് ഓവറായിട്ട് തോന്നും. അപ്പോൾ കേക്ക് കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മടുപ്പ് വരും. അപ്പോൾ ക്രീം ചെയ്യുന്ന കേക്കിൽ എപ്പോഴും മധുരം കൂടാതെ ശ്രദ്ധിക്കുക. ഇപ്പോൾ മുട്ടയും പഞ്ചസാരയൊക്കെ ഇവിടെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലായി വരണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് പാലും കൂടെ എടുത്തിട്ടുണ്ട്, അതും കൂടെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് അരിച്ചു വെച്ചിട്ടുള്ള പൊടി കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 2-3 ബാച്ചായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. പൊടി മിക്സ് ചെയ്യാൻ ഇതുപോലെ ഒരു സ്പാറ്റിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറേ ടൈം ലാഭം കിട്ടും, പെട്ടെന്ന് തന്നെ ഇത് മിക്സായി കിട്ടും. പക്ഷേ ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കരുത്. ഓവറായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് ഹാർഡായി പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മുട്ട പൊങ്ങിയതൊന്നും താഴ്ന്നു പോവാതെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ച് കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു അളവിലുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് 9 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്കാണ് കേട്ടോ. എൻ്റെ കേക്ക് ടിന്നിന് അത്ര ഹൈറ്റ് ഇല്ല. 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്ന് ഹൈറ്റുള്ള കേക്ക് ടിന്നാണെങ്കിൽ 8 ഇഞ്ചിൻ്റെയിൽ ബേക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ 9 ഇഞ്ചിൻ്റെയിൽ ബേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് തന്നെ ഇത് പൊങ്ങി വരുമ്പോൾ ഈ ഒരു ടിന്നിൻ്റെ ലെവലിൽ കിട്ടും. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരേ ലെവലിൽ തന്നെ കേക്ക് കിട്ടും.
അപ്പോൾ ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത് കൺവെൻഷൻ ഓവനിലാണ്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഓവന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് 35 മിനിറ്റ് ആണ് കേട്ടോ ഈ ഒരു കേക്ക് ബേക്കായി കിട്ടാൻ വേണ്ട സമയം. ഓവനില്ലാതെ ബേക്ക് ചെയ്യുന്നതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കാം. ഇപ്പോൾ 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു ടിന്നിന് ലെവലായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത കേക്ക് നമ്മൾ തയ്യാറാക്കുന്നത് റെഡ് വെൽവെറ്റ് കേക്കിനൊക്കെ ബേസായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ബട്ടർ മിൽക്ക് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ തണുത്ത പാൽ ഉപയോഗിക്കരുത് കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടന്നെയുള്ള പാൽ ഉപയോഗിക്കരുത്. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താലും കുഴപ്പമില്ല. ഈ കേക്കിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ലൈറ്റ് കൊക്കോ പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് കൊക്കോ പൗഡർ ആണെങ്കിൽ, അതായത് നമ്മൾ ചോക്ലേറ്റ് കേക്കൊക്കെ എടുക്കുന്ന കൊക്കോ പൗഡർ ആണെങ്കിൽ 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കേക്കിന് അത്ര കളർ കിട്ടില്ല. അപ്പോൾ ഇതാണ് ഡാർക്ക് കൊക്കോ പൗഡർ. ലൈറ്റ് കൊക്കോ പൗഡർ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഹെർഷീസിൻ്റെ കൊക്കോ പൗഡറാണ് കേട്ടോ. ഇതിലേക്ക് 3/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും പിന്നെ ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കുക. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2-3 പ്രാവശ്യം അരിച്ചെടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് സമയം ഒന്ന് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ കേക്കിലേക്ക് നമ്മൾ 3 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബട്ടർ മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നത് കാരണം. ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു അളവ് തന്നെയാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ ആ ഒരു അളവ് തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ റെഡ് കളറിന് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് റാസ്ബെറി റെഡ് കളറാണ് കേട്ടോ. ലിക്വിഡ് കളറാണ്. അത് നമുക്ക് ഈ ഒരു ബട്ടർ മിൽക്കിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാവിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കളർ കുറവുണ്ടെങ്കിൽ ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള പൊടി കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ബട്ടർ മിൽക്കും കളറും ചേർത്തിട്ടുള്ള അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓവറായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കരുത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ റെഡ് കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഈ കേക്ക് ബാറ്റർ ഒഴിക്കുന്നത് 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് കേട്ടോ. ഇനി ഹൈറ്റ് ഇല്ലാത്ത കേക്ക് ടിന്നിൽ നമ്മളിതുപോലെ നിറയെ മാവ് ഒഴിക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടെ ഞാൻ അടുത്ത കേക്കിൽ പറയാം കേട്ടോ. അപ്പോൾ നമുക്കിതും ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ റെഡ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് എല്ലാ കേക്കിനും നോർമലായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്പോഞ്ച് കേക്കാണ് ചെയ്യുന്നത്. വാനില കേക്ക് ചെറിയൊരു കേക്കാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഞാനിവിടെ 1/2 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ള് ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ചെറിയ കേക്ക് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവനിലല്ല കേട്ടോ, സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഓവനൊക്കെ പ്രീ ഹീറ്റ് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യുന്നത് ആ പാത്രം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ചെറിയൊരു ഇഡ്ഡലി പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഡ്ഡലി പാത്രം അധികം ചൂട് കട്ടിയില്ലാത്ത പാത്രം ആയതുകൊണ്ട് തന്നെ ഞാൻ അടിയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു സ്റ്റാൻഡും കൂടെ വെച്ച് ഇതുപോലെ അടച്ച് ഒരു 5 മിനിറ്റ് ഇതൊന്ന് നമുക്ക് കേക്ക് മിക്സ് ചെയ്തെടുക്കുന്ന ആ ഒരു ടൈം ഇതൊന്ന് ചൂടായിരുന്നോട്ടെ. അപ്പോൾ നമ്മളിവിടെ 1/2 കപ്പ് മൈദയിലേക്ക് 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും ഇതുപോലെ ബൗളിൽ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള അളവാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പൊടിയുടെ അളവ് പറയുകയാണെങ്കിൽ 1/2 കപ്പിന് 1 ടേബിൾ സ്പൂണിൻ്റെ കുറവുണ്ടാകും.
മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് ബീറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പൊടി ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇനി വേറെ ഏതെങ്കിലും ഫ്ലേവറിലുള്ള കേക്കാണ് തയ്യാറാക്കുന്നത് എങ്കിൽ സ്ട്രോബെറി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ട്രോബെറി, ബ്ലൂബെറി അങ്ങനത്തെ ഏതെങ്കിലും കേക്കാണ് തയ്യാറാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് 1-2 ടേബിൾ സ്പൂണ് അതിൻ്റെ ക്രഷും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ശരിക്കും ഇത് 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ബേക്ക് ചെയ്തെടുത്താലാണല്ലോ ആ കറക്റ്റ് ആ ടിന്നിന് പാകമായിട്ട് വരിക കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ചെറിയ ടിന്നാണ് എടുത്തിട്ടുള്ളത്, 5 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കേക്ക് കുറച്ച് ഹൈറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ഹൈറ്റ് ഇല്ലാത്ത കേക്ക് ടിന്നാണെങ്കിൽ ഇതുപോലെ സൈഡിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഹൈറ്റിലുള്ള കേക്ക് കിട്ടും. പിന്നെ നമ്മളിങ്ങനെ ഹൈറ്റിൽ കേക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ടൈം വരും കേട്ടോ. വട്ടം കുറഞ്ഞ് ഹൈറ്റ് കൂടിയാൽ ബേക്ക് ചെയ്തെടുക്കാനുള്ള ടൈമിൽ മാറ്റം വരും. കുറച്ച് കൂടുതൽ സമയം വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് സ്റ്റൗ ടോപ്പിൽ ഏത് പാത്രത്തിൽ വേണമെങ്കിലും നന്നായിട്ട് ആവി പുറത്തു പോകാതെ അടച്ച് വെച്ച് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതും നമ്മൾ ഈ ഒരു പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ബേക്കിങ്ങിൻ്റെ ടൈമിൽ മാറ്റം വരും. ഇപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയൊരു കേക്ക് ടിന്ന് നമ്മൾ വലിയൊരു പാത്രത്തിൽ കൊണ്ടുപോയി ഇറക്കി വെക്കുകയാണെങ്കിൽ ടൈം വരും കേട്ടോ. ചെറിയ പാത്രത്തിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബേക്കായി കിട്ടും. അതുപോലെ കുക്കറിലൊക്കെ പെട്ടെന്ന് ബേക്കായി കിട്ടും. അപ്പോൾ നമുക്ക് ഈ നല്ല ചൂടായിട്ടുള്ള പാത്രത്തിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് നമുക്കൊരു 25-30 മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കാം. ഇതിപ്പോൾ ഹൈറ്റ് കൂടുതലുള്ള കേക്ക് ആയതുകൊണ്ട് കുറച്ച് ടൈം പിടിക്കും കേട്ടോ ബേക്കായി വരാൻ വേണ്ടിയിട്ട്. നേരെ മറിച്ച് ഈ ഒരു മാവിൻ്റെ 6 ഇഞ്ചിൻ്റെ കേക്കിനാണെങ്കിൽ കറക്റ്റ് 25 മിനിറ്റ് കൊണ്ട് തന്നെ ബേക്കായി വരും. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ 30 മിനിറ്റ് ആയി കേട്ടോ. ഈ കേക്ക് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട് 30 മിനിറ്റ് ആയി. അപ്പോൾ ഹൈറ്റുള്ള കേക്കാണെങ്കിൽ നമുക്കിതുപോലെ ഈസി ആയിട്ട് 3-4 ലെയറൊക്കെ ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്കിനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്